നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇറാൻ യുദ്ധവും രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയും കാരണം ഏപ്രിൽ മാസത്തിൽ UK പ്രതീക്ഷിച്ചതിലും കൂടുതൽ കടമെടുത്തതായി റിപ്പോർട്ട്. ഉയർന്ന പണപ്പെരുപ്പം കാരണം പെൻഷൻ, ബെനിഫിറ്റ് ചെലവുകൾ എന്നിവ ഉയർന്നു. വേനൽ അവധിക്കാലത്തെ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനുള്ള ജനപ്രിയ നടപടിയുമായി കെയർ സ്റ്റാമർ സർക്കാർ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ടിക്കറ്റുകൾക്ക് ഈടാക്കുന്ന വാറ്റ് 20% നിന്നും 5% താൽക്കാലികമായി കുറയ്ക്കുമെന്ന പ്രഖ്യാപനവുമായി ചാൻസലർ റേച്ചൽ റീവ്സ്. UK-യിൽ നിർമ്മിത ബുദ്ധി ഉപയോഗം വർദ്ധിച്ചതോടെ സ്ഥാപനങ്ങളിൽ തൊഴിൽ നഷ്ടമാകുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ്. പ്രമുഖ ബാങ്കിംഗ് സ്ഥാപനമായ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൽ അടുത്ത 4 വർഷത്തിനുള്ളിൽ ഏകദേശം 15% പേർക്ക് ജോലി നഷ്ടമാകുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യ, ചൈന, മലേഷ്യ, പോളണ്ട് എന്നിവിടങ്ങളിൽ ബാങ്കിന്റെ ബാക്ക് ഓഫീസ് ജോലികൾ ചെയ്യുന്നവരെയാണ് AI ഇമ്പാക്ട് ബാധിക്കുക. AI പ്രോജക്ടുകളുടെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടമാകുമെന്ന് മെറ്റ. അമേരിക്കൻ തൊഴിൽ വിസയായ H-1B അപേക്ഷകളിൽ ഇത്തവണ വൻ ഇടിവ് രേഖപ്പെടുത്തിയതായി US പൗരത്വ കുടിയേറ്റ സേവന വകുപ്പ്. തിരഞ്ഞെടുപ്പ് രീതിയിൽ കൊണ്ടുവന്ന കടുത്ത മാറ്റങ്ങൾക്ക് പിന്നാലെയാണ് അപേക്ഷയിൽ 38.5% കുറഞ്ഞതായി അധികൃതർ. പദ്ധതി കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് ഉയർന്ന കഴിവുള്ള വിദേശ തൊഴിലാളികൾക്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൾ ഇവാങ്ക ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ ഭീകരൻ പിടിയിൽ. 32 വയസ്സുകാരനായ ഇറാഖ് പൗരൻ മുഹമ്മദ് ബാഹർ സാദ് ദൌദ് അൽ സാദിയാണ് പിടിയിലായത്. അറസ്റ്റിലായ ഭീകരന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്ന് US അധികൃതർ. ഇറാൻ സൈനിക ഉദ്യോഗസ്ഥനായ അഹമ്മദ് ഖസേമിയുടെ മകനായ അൽ സാദിക്ക് IRGCയുടെ പരിശീലനം ലഭിച്ചത് ടെഹ്റാനിൽ വെച്ച്. രാജ്യത്തെ ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. രണ്ടാഴ്ചക്കിടെ ഇന്ധനവില വർദ്ധിക്കുന്നത് ഇത് 3ാം തവണ. ഡൽഹിയിൽ പെട്രോളിന് 99.51 രൂപയും ഡീസലിന് 92.49 രൂപയുമായി. CNG വില കിലോയ്ക്ക് 2 രൂപ കൂട്ടി. പശ്ചിമേഷ്യൻ സംഘർഷം ചൂണ്ടിക്കാട്ടിയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇന്ധനവില ഉയർത്തുന്നത്. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തി. കൊൽക്കത്തയിലെത്തിയ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അമേരിക്ക ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ 1.5 വർഷം പിന്നിടുമ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നടത്തുന്ന ആദ്യ ഇന്ത്യൻ സന്ദർശനം. അമേരിക്കയും ഇന്ത്യയും തങ്ങളുടെ തന്ത്രപരമായ മുൻഗണനകൾ പുനഃക്രമീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഇന്ത്യ സന്ദർശനം. രാജ്യത്ത് ഉയർന്നു വന്ന ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കക്ഷി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകന് അഭിജിത് ബീഡിക്ക് വധഭീഷണി. CJPയുടെ സാമൂഹ്യ മാധ്യമമായ പേജുകൾക്ക് വൻ പിന്തുണ ലഭിക്കുകയും രാഷ്ട്രീയ ചർച്ചകൾക്കായി മാറുകയും ചെയ്തതിന് പിന്നാലെയാണ് വാട്സാപ്പിൽ വധഭീഷണി ലഭിച്ചത്. ഒന്നുകിൽ CJPയുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ BJPയിൽ ചേരുക, അതല്ലെങ്കിൽ അവർ നിങ്ങളെ അമേരിക്കയിൽ എത്തി വധിക്കും എന്നാണ് ഭീഷണി. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ യാത്ര സൗജന്യമാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി. KSRTCക്ക് സർക്കാർ അധിക സഹായം നൽകി നഷ്ടമില്ലാത്ത സ്ഥിതിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി. തൊഴിലിടത്തേക്ക് പോകുന്ന സ്ത്രീകൾക്ക് കൈത്താങ്ങാവുന്ന പദ്ധതിയാകും സൗജന്യ യാത്രയെന്നും ഗതാഗത മന്ത്രി. ശബരിമല ശ്രീകോവിലിൽ 2019 നടന്ന സ്വർണ്ണക്കൊള്ളയിൽ 1998 പാളികൾ മാറ്റിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത അടുത്തയാഴ്ച. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജി ലാബിൽ ശ്രീകോവിലിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളുടെ കാലപ്പഴക്കം നിർണയം കഴിഞ്ഞു. ലാബിൽ നിന്നുമുള്ള പരിശോധനാ ഫലം പ്രത്യേക അന്വേഷണ സംഘത്തിന് അടുത്തയാഴ്ച ലഭിക്കും. മോഷണം നടക്കാത്ത ഭാഗത്തെ സാമ്പിൾ സ്വർണത്തിന് 28 കൊല്ലത്തെയും മോഷണം നടന്നതായി സംശയിക്കുന്ന ഭാഗത്തെ സ്വർണത്തിന് 7 വർഷവും പഴക്കമാണ് തെളിയുന്നതെങ്കിൽ മോഷണം നടന്നതായി ഉറപ്പിക്കാം. വാർത്തകൾ വിശദമായി. ഉയർന്ന പണപ്പെരുപ്പം, പെൻഷൻ, ബെനിഫിറ്റ് ചെലവുകൾ എന്നിവ ഉയർന്നതോടെ ഏപ്രിൽ മാസത്തിൽ UK പ്രതീക്ഷിച്ചതിലും കൂടുതൽ കടമെടുത്തതായി റിപ്പോർട്ട്. ഇറാൻ യുദ്ധവും രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയും കടത്തിന്റെ ചെലവുകൾ ഉയർത്തുകയായിരുന്നു. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് കണക്ക് പ്രകാരം 2026 ഏപ്രിൽ പബ്ലിക് സെക്ടർ നെറ്റ് കടമെടുപ്പ് 24.3 ബില്യൺ പൗണ്ടാണ്. 2025 ഏപ്രിൽ അപേക്ഷിച്ച് 4.9 ബില്യൺ പൗണ്ടാണ് കൂടിയത്. മിഡിൽ ഈസ്റ്റ് സംഘർഷം ബോണ്ട് വിപണികളിൽ അലകൾ സൃഷ്ടിക്കുന്നതും ലേബർ നേതൃത്വ വെല്ലുവിളി ഉയർന്നതും സാമ്പത്തിക മേഖലയെ സാരമായി ബാധിക്കുന്നുണ്ട്. പ്രമുഖ എക്കണോമിസ്റ്റുകളും ഓഫീസ് ഫോർ ബഡ്ജറ്റ് റെസ്പോൺസിബിലിറ്റി കണക്കാക്കിയതിനേക്കാൾ 3.4 ബില്യൺ പൗണ്ട് കൂടുതലാണ് കടമെടുപ്പ്. ഏപ്രിൽ മാസത്തിലെ ഏറ്റവും ഉയർന്ന കടമെടുപ്പാണ് ഇക്കുറി നടന്നിരിക്കുന്നതെന്നും സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി UK ഗവൺമെന്റിന്റെ കടമെടുപ്പ് ചെലവുകൾ കുതിച്ചുയരുന്നുണ്ട്. വേനൽ അവധിക്കാലത്ത് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനുള്ള ജനപ്രിയ നടപടിയുമായി സർക്കാർ. ഇതിന്റെ ഭാഗമായി തീം പാർക്കുകൾ, മൃഗശാലകൾ, മ്യൂസിയങ്ങൾ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ടിക്കറ്റുകൾക്ക് ഈടാക്കുന്ന വാറ്റ് 20% നിന്നും 5% താൽക്കാലികമായി കുറയ്ക്കുമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ്. സ്കോട്ട്ലൻഡ് സ്കൂളുകൾ അടയ്ക്കുന്ന ജൂൺ അവസാനം മുതൽ സെപ്റ്റംബർ 1 ഇംഗ്ലണ്ട്, വെയിൽസ്, ഉത്തര അയർലൻഡ് എന്നിവിടങ്ങളിലെ സ്കൂളുകൾ തുറക്കുന്നതുവരെ ഇളവ് പ്രാബല്യത്തിലുണ്ടാകും. സിനിമ, തിയേറ്റർ,
സോഫ്റ്റ് പ്ലേ സെന്ററുകൾ എന്നിവിടങ്ങളിൽ കുട്ടികളുടെ പ്രവേശന ടിക്കറ്റുകൾക്കും റെസ്റ്റോറന്റുകളുടെയും കഫേകളിലെയും കുട്ടികളുടെ ഭക്ഷണത്തിനും ഇളവ് ബാധകമാകും. ജീവിത ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനും ഹോസ്പിറ്റാലിറ്റി മേഖലയെ പിന്തുണയ്ക്കുന്നതിനുമാണ് നടപടിയെന്നും റീവ്സ് വ്യക്തമാക്കി. ഇതോടൊപ്പം ഇംഗ്ലണ്ടിൽ ഓഗസ്റ്റിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ബസ് യാത്രയും ചില അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കളുടെ ഇറക്കുമതി നികുതി കുറയ്ക്കുന്നതും സർക്കാർ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് ഇന്ധന ഭക്ഷ്യവിലകൾ ഉയരാൻ ഇടയുള്ളതിനാൽ കൂടുതൽ പിന്തുണ ആവശ്യമെങ്കിൽ സർക്കാർ ഇടപെടുമെന്നും അവർ വ്യക്തമാക്കി. സർക്കാർ പ്രഖ്യാപനത്തെ ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ സംഘടനകൾ സ്വാഗതം ചെയ്തപ്പോൾ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങൾക്ക് ഇത് മതിയാകില്ല എന്ന വിമർശനം വ്യാപകമാകുന്നു. എനർജി ബില്ലുകളും ജീവിത ചെലവും കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ നടപടികൾ വേണം എന്നാണ് പ്രതിപക്ഷവും വിവിധ സംഘടനകളും ആവശ്യപ്പെടുന്നത്. അതേസമയം സൂപ്പർ മാർക്കറ്റുകളിൽ അവശ്യവസ്തുക്കളുടെ വില കുറയ്ക്കാൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എങ്കിലും നിർബന്ധിത വില നിയന്ത്രണം കൊണ്ടുവരില്ലെന്നാണ് മന്ത്രിമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. UK-യിൽ നിർമ്മിത ബുദ്ധി ഉപയോഗം വർദ്ധിച്ചതോടെ സ്ഥാപനങ്ങളിൽ തൊഴിൽ നഷ്ടമാകുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ്. പ്രമുഖ ബാങ്കിംഗ് സ്ഥാപനമായ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൽ ഇതുമൂലം അടുത്ത 4 വർഷത്തിനുള്ളിൽ ഏകദേശം 15% പേർക്ക് ജോലി നഷ്ടമാകുമെന്ന് റിപ്പോർട്ട്. ജീവനക്കാരുടെ എണ്ണം നോക്കിയാൽ ഏകദേശം 7800 പേർക്ക് ഇത്തരത്തിൽ ജോലി നഷ്ടമാകും എന്നാണ് കണക്ക്. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ബാങ്കിംഗ് സ്ഥാപനം ജീവനക്കാരെ പരമാവധി മറ്റു ജോലികളിലേക്ക് മാറ്റി ഇതിന്റെ ആഘാതം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും പലരുടെയും കാര്യത്തിൽ നിലനിൽപ്പ് അസാധ്യമാകും. ഇന്ത്യ, ചൈന, മലേഷ്യ, പോളണ്ട് എന്നിവിടങ്ങളിൽ ബാങ്കിന്റെ ബാക്ക് ഓഫീസ് ജോലികൾ ചെയ്യുന്നവരെയാണ് AI ഇമ്പാക്ട് ഏറെയും ബാധിക്കുക. ബാങ്കിന്റെ ഗ്ലോബൽ ബിസിനസ് സ്ട്രാറ്റജിയുടെ ഭാഗമായുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ജീവനക്കാർ തയ്യാറാകണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബിൽ വിൻഡേഴ്സ് ഇത് സംബന്ധിച്ച് സർക്കുലർ വ്യക്തമാക്കി. AI കടന്നുകയറ്റത്തിൽ ജോലി നഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ആദ്യത്തേതല്ല സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. ലോകത്തെ ഒട്ടുമിക്ക കമ്പനികളിലും സമാനമായ സ്ഥിതിവിശേഷമാണുള്ളത്. സിംഗപ്പൂർ ബാങ്കായ DBL-ൽ 4000 പേർക്കാണ് സമാനമായ രീതിയിൽ ജോലി ഭീഷണിയുള്ളത്. AI പ്രോജക്റ്റുകളുടെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടമാകുമെന്നും ഫേസ്ബുക്ക് ഉടമസ്ഥരായ മെറ്റ കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു. 8000 പേർക്കെങ്കിലും ഇതിന്റെ ഭാഗമായി ജോലി നഷ്ടപ്പെടാം എന്നാണ് അവരുടെ വിലയിരുത്തൽ. ആമസോണിൽ 30,000 പേർക്കും ഒറാക്കിളിൽ 10,000 പേർക്കും നിർമ്മിത ബുദ്ധി വില്ലനാകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഒരുക്കുന്ന ടോയ്ലറ്റുകളും ചേഞ്ചിങ് റൂമുകളും ബയോളജിക്കൽ സെക്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന ബ്രിട്ടന്റെ സമത്വ മനുഷ്യാവകാശ കമ്മീഷൻ പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കി. അതനുസരിച്ച് സ്ത്രീയായി തിരിച്ചറിയുന്ന ട്രാൻസ് വനിതകൾക്കും വനിതകൾക്കായുള്ള ടോയ്ലറ്റുകളോ ചേഞ്ചിങ് റൂമുകളോ ഉപയോഗിക്കരുതെന്നും പകരം ജെൻഡർ ന്യൂട്രൽ അല്ലെങ്കിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കണമെന്നും നിർദ്ദേശിക്കുന്നു. കഴിഞ്ഞ വർഷം ബ്രിട്ടീഷ് സുപ്രീം കോടതി പുറപ്പെടുവിച്ച നിർണായക വിധിക്കു പിന്നാലെയാണ് പുതിയ മാർഗരേഖ പുറത്തിറക്കിയത്. ഷോപ്പിംഗ് മാളുകൾ, ജിമ്മുകൾ, ആശുപത്രികൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിലെ സൗകര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കണം എന്നതിനെ കുറിച്ചാണ് 300-ലേറെ പേജുള്ള മാർഗനിർദ്ദേശം വിശദീകരിക്കുന്നത്. ട്രാൻസ് വ്യക്തികൾക്ക് യാതൊരു സൗകര്യവും നിഷേധിക്കുന്നത് വിവേചനപരമായിരിക്കാമെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. ആവശ്യമായിടത്ത് ലോക്ക് ചെയ്യാവുന്ന ജെൻഡർ ന്യൂട്രൽ സൗകര്യങ്ങൾ ഒരുക്കാൻ നിലവിലുള്ള പുരുഷ സ്ത്രീ ടോയ്ലറ്റുകൾ യൂണിസെക്സ് സംവിധാനങ്ങളാക്കുവാനും സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാർഗനിർദ്ദേശത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് അനുകൂലമായ നീക്കമെന്നും ചില സംഘടനകൾ സ്വാഗതം ചെയ്തപ്പോൾ ട്രാൻസ് അവകാശ പ്രവർത്തകർ ഇത് ട്രാൻസ് സമൂഹത്തിന്റെ അവകാശങ്ങൾ കുറയ്ക്കുന്നതാണ് എന്ന് വിമർശനം ഉന്നയിച്ചു. ബ്രിസ്റ്റലിലെ വാട്ടർഷെഡ് ആഡ് സിനിമയുടെ മേധാവി ക്ലെയർ ഡണ്ടിങ് എല്ലാവർക്കും അനുയോജ്യമായ ടോയ്ലറ്റ് സംവിധാനങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളലിനും സൗകര്യത്തിനും സഹായിക്കുമെന്ന് പ്രതികരിച്ചു. പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചാൽ ഈ മാർഗനിർദ്ദേശം നിയമപരമായി പ്രാബല്യം നേടും. ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസറിനെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ പോലീസ് അന്വേഷണവുമായി നീങ്ങുന്നതായി റിപ്പോർട്ട്. പൊതു ഓഫീസിൽ അച്ചടക്ക ലംഘനം നടത്തിയതിന്, ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കും അഴിമതിക്കും ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിലാണ് അന്വേഷണം നടക്കുന്നത്. ഔദ്യോഗിക രഹസ്യരേഖകൾ കുട്ടിപീഡകൻ ജെഫ്രി എപ്സ്റ്റീൻ ചോർത്തിയെന്ന കേസിൽ മുൻ യോർക്ക് ഡ്യൂക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 മാസങ്ങൾക്ക് ശേഷമാണ് അന്വേഷണം ഊർജിതമാകുന്നത്. UK ട്രേഡ് പ്രതിനിധി സേവനം നൽകവേ ഈ സംഭവ വികാസങ്ങൾ. ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്തെന്ന സംശയത്തിൽ സാക്ഷികളെ കണ്ട് മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരകളായ അതിജീവിതർക്ക് തെളിവുകളുമായി മുന്നോട്ട് വരണമെന്നും തേംസ് വാലി പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വിവിധ തലങ്ങളിൽ അന്വേഷണം നടത്തേണ്ടി വരുമെന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ആൻഡ്രൂവിന്റെ മുൻ ഭവനമായ റോയൽ ലോഡ്ജിൽ നടത്തിയ റെയ്ഡിൽ പോലീസിന് നിർണായകമായ രേഖകൾ ലഭിച്ചിട്ടുണ്ട്. സാൻഡ്രിഗ്രാം എസ്റ്റേറ്റിലെ പുതിയ പ്രോപ്പർട്ടിയിലും റെയ്ഡ് നടന്നിരുന്നു. ഈ രേഖകൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. ദേശീയ താൽപര്യം മുൻനിർത്തിയുള്ള റോളുകൾ നിർവഹിക്കാൻ മകന് സാധിക്കണമെന്ന് അന്തരിച്ച രാജ്ഞി ഏറെ ആഗ്രഹിച്ചിരുന്നു.
എന്നാൽ ട്രേഡ് പ്രതിനിധി എന്ന നിലയിൽ കൈവിട്ട പ്രവർത്തികൾക്ക് ഏർപ്പെട്ട ആൻഡ്രൂ രഹസ്യ വിവരങ്ങൾ എഫ്സ്റ്റിന് നൽകി എന്നാണ് ആരോപണം. ഇതിനു പുറമെ യോഗങ്ങളിൽ യാതൊരു താല്പര്യവും കാണിക്കാതെ സ്ത്രീകളിൽ മാത്രം ശ്രദ്ധ തിരിച്ചിരുന്നു എന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. അമേരിക്കൻ തൊഴിൽ വിസയായ H-1B1 വിസ അപേക്ഷകളിൽ ഇത്തവണ വൻ ഇടിവ് രേഖപ്പെടുത്തിയതായി US പൗരത്വ കുടിയേറ്റ സേവന വകുപ്പ്. അപേക്ഷ തിരഞ്ഞെടുപ്പ് രീതിയിൽ കൊണ്ടുവന്ന കടുത്ത മാറ്റങ്ങൾക്ക് പിന്നാലെയാണ് അപേക്ഷകൾ 38.05% കുറഞ്ഞതായി അധികൃതർ വ്യക്തമാക്കി. 2026 സാമ്പത്തിക വർഷത്തിൽ 3,43,981 അപേക്ഷകരുണ്ടായിരുന്നപ്പോൾ 2027 സാമ്പത്തിക വർഷത്തേക്കുള്ള രജിസ്ട്രേഷനുകൾ 2,11,600 കുറഞ്ഞു. കുറഞ്ഞ ശമ്പളത്തിലുള്ള കൂട്ടപ്പരാതികളും ദുരുപയോഗം അവസാനിപ്പിച്ചിരിക്കുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രതികരിച്ചു. ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്ക് കൂടുതലായി ആശ്രയിക്കുന്ന വിസ പദ്ധതിയാണ് H-1B1 വിസ. എന്നാൽ വർഷങ്ങളായി ചില കമ്പനികൾ കുറഞ്ഞ ചിലവിൽ വിദേശ തൊഴിലാളികളും നിയമിക്കാൻ പദ്ധതി ദുരുപയോഗം ചെയ്യുന്നതായി വിമർശനമുണ്ട്. ഇതിനെ തുടർന്ന് അമേരിക്കൻ ഭരണകൂടം വിസ ഫീസും ശമ്പള മാനദണ്ഡങ്ങളും കർശനമാക്കിയിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ USCIS വ്യക്തമാക്കി, കുറഞ്ഞ ശമ്പളത്തിൽ വലിയ തോതിൽ അപേക്ഷകൾ സമർപ്പിച്ച് പദ്ധതിയെ ദുരുപയോഗം ചെയ്ത് കാലം അവസാനിച്ചുവെന്നും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉയർന്ന കഴിവുള്ള വിദേശ തൊഴിലാളികൾക്കാണ് പദ്ധതി കൂടുതൽ പ്രയോജനപ്പെടുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകരുടെ പ്രൊഫൈലിൽ മാറ്റമുണ്ടായതായും അധികൃതർ ചൂണ്ടിക്കാട്ടി. ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ 71.05% പേരും അമേരിക്കൻ സർവകലാശാലയിൽ നിന്നും മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അതിലുമുപരി യോഗ്യത നേടിയവരാണ്. കഴിഞ്ഞ വർഷം ഇത് 57%. കൂടാതെ ഉയർന്ന ശമ്പളമുള്ള ജോലികൾക്കാണ് ഇപ്പോൾ കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും USCIS വ്യക്തമാക്കി. ഏറ്റവും താഴ്ന്ന ശമ്പള വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർ വെറും 17.7% റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. H-1B പദ്ധതി പൂർണ്ണമായും റദ്ദാക്കണമെന്ന് ചില അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും അത്തരമൊരു നീക്കം ഇപ്പോൾ പരിഗണനയിലില്ല എന്ന് അധികൃതർ വ്യക്തമാക്കി. അടുത്ത വർഷത്തേക്കുള്ള പുതിയ രജിസ്ട്രേഷൻ നടപടികൾ അടുത്ത വർഷം ആദ്യം ആരംഭിക്കുമെന്നാണ് നിലവിലെ വിവരം. ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നയങ്ങൾ മൂലം ഇപ്പോൾ കൂടുതൽ യോഗ്യതയും ഉയർന്ന ശമ്പള വാഗ്ദാനമുള്ള അപേക്ഷകൾക്ക് മുൻഗണന ലഭിക്കുന്ന സാഹചര്യമാണെന്നും അമേരിക്കൻ അധികൃതർ കൂട്ടിച്ചേർത്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൾ ഇവാങ്ക ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ ഭീകരൻ പിടിയിൽ. 32 വയസ്സുകാരനായ ഇറാഖ് പൗരൻ മുഹമ്മദ് ബാഹർ സാദ് ദാവൂദ് അൽ സാദിയാണ് പിടിയിലായത്. ഇയാൾക്ക് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്ന് US അധികൃതർ വ്യക്തമാക്കി. ഇയാൾക്ക് ഖബൈദ ഹിസ്ബുള്ളുമായി ബന്ധമുണ്ട് എന്നും അധികൃതർ പറയുന്നു. ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥനായ അഹമ്മദ് കസേമിയുടെ മകനായ അൽ സാദി ടെഹ്റാനിൽ വെച്ചാണ് IRGCയുടെ പരിശീലനം നേടിയത്. സുലൈമാനിക്കൊപ്പം സൈനിക ഭൂപടങ്ങൾ പരിശോധിക്കുന്ന ഇയാളുടെ ചിത്രങ്ങളും അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. ഫ്ലോറിഡയിൽ ഭർത്താവ് ജാരഡ് കുഷ്നുമൊത്ത് താമസിക്കുന്ന ഇവാങ്കയുടെ വസതിയുടെ ബ്ലൂ പ്രിന്റ് അറസ്റ്റിലാകുമ്പോൾ ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നു. ഫ്ലോറിഡയിൽ ഇവരുടെ വീടിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു. അമേരിക്കക്കാരുടെ കൊട്ടാരങ്ങൾക്കോ രഹസ്യ സർവീസിനോ അവരെ സംരക്ഷിക്കാനാവില്ല എന്ന പരസ്യമായ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. 2020 അമേരിക്ക നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ സൈനിക കമാൻഡർ ഹാസിം സുലൈമാനിയുടെ മരണത്തിന് പ്രതികാരമായാണ് ഇയാൾ ഇവാങ്കയെ വധിക്കാൻ പദ്ധതിയിട്ടത്. സുലൈമാനിയെ തന്റെ പിതൃതുല്യനായ അൽസാദി കണ്ടിരുന്നതായാണ് റിപ്പോർട്ട്. 2026 മെയ് 15-ന് തുർക്കിയിൽ വെച്ചാണ് അൽസാദി അറസ്റ്റിലായത്. പിന്നീട് ഇയാളെ അമേരിക്കയ്ക്ക് കൈമാറി. നിലവിൽ ബ്രൂക്ലിനിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിൽ ഏകാന്ത തടവിലാണ് ഇയാൾ. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇറാഖ് പ്രധാനമന്ത്രിയുടെ അനുമതിയോടെ മാത്രം നൽകിയിരുന്ന പ്രത്യേക പാസ്പോർട്ടും ഇയാളുടെ പക്കലുണ്ടായിരുന്നു. ഇവാങ്കയെ ലക്ഷ്യം വെച്ചതിന് പുറമെ യൂറോപ്പിലും അമേരിക്കയിലുമായി നടന്ന 18ഓളം ആക്രമണങ്ങളിലും ഗൂഢാലോചനകളിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് US നീതിന്യായ വകുപ്പ് ആരോപിക്കുന്നു. ആംസ്റ്റർഡാമിലെ ബാങ്ക് ഓഫ് ന്യൂയോർക്ക് മെലോണിൽ നേരെ നടന്ന ആക്രമണം, ലണ്ടനിലെ ജൂത വംശർക്ക് കുത്തേറ്റ സംഭവം, ടൊറന്റോയിലെ US കോൺസുലേറ്റിന് നേരെയുള്ള വെടിവയ്പ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കയിൽ സ്ഥിരതാമസത്തിനുള്ള രേഖയായ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നതിനുള്ള നിയമത്തിൽ മാറ്റം വരുത്തി ട്രംപ് ഭരണകൂടം. ഗ്രീൻ കാർഡിന് അപേക്ഷിച്ചവർ തങ്ങളുടെ മാതൃരാജ്യത്തേക്കോ മറ്റേതെങ്കിലും രാജ്യത്തേക്കോ മാറി കാത്തിരിക്കണമെന്ന് US സിറ്റിസൺസ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് പുറപ്പെടുവിച്ച പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ഗ്രീൻ കാർഡിന് പുതുതായി അപേക്ഷിക്കുന്നവർ തങ്ങളുടെ മാതൃരാജ്യത്തിൽ നിന്നും അപേക്ഷിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. അമേരിക്കയിൽ സ്ഥിരതാമസത്തിന് അപേക്ഷ നൽകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. ഇത് ആയിരക്കണക്കിന് തൊഴിൽ, സ്റ്റുഡന്റ് വിസയുള്ളവരെ ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. US ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ 245A സെക്ഷൻ അനുസരിച്ച് താൽക്കാലിക കുടിയേറ്റ ഇതര സ്റ്റാറ്റസ് കുടിയേറ്റ സ്റ്റാറ്റസിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമം US-ന് പുറത്താണ് നടത്തേണ്ടതെന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കി. US-ലേക്ക് കുടിയേറ്റക്കാരനായി മടങ്ങുന്നതിന് മുമ്പ്
US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുടിയേറ്റ വിസ തേടണം. അത് തൊഴിലധിഷ്ഠിതമോ കുടുംബാധിഷ്ഠിതമോ നിക്ഷേപ വിസയോ ആകാമെന്നും നിർദ്ദേശത്തിലുണ്ട്. ആനന്ദ് TV 5ാം ഫിലിം അവാർഡ്. ആനന്ദ് TV 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 വർണ്ണാഭമായ തുടക്കം. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ആനന്ദ് TV അവാർഡ്. UK മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിലാണ് ഈ അവാർഡ് നിശ അരങ്ങേറുന്നത്. ഗാലപ്പ് പോൾ വഴിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന ആനന്ദ് TV 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 UK മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിൽ നടക്കും. മലയാള സിനിമാ ലോകത്തെ അഭിനയ പ്രതിഭകൾ ചടങ്ങിൽ മുഖ്യ ആകർഷണമാകും. മലയാള സിനിമയുടെ അഭിനയ കുലപതി മമ്മൂട്ടി ഉൾപ്പെടെ സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, ഭാവന, ഉണ്ണി മുകുന്ദൻ, മനോജ് കെ ജയൻ, അനന്യ, അനശ്വര രാജൻ, മിഥുൻ രമേശ്, നിഖില വിമൽ, ഗായകരായ MG ശ്രീകുമാർ, സിതാര കൃഷ്ണകുമാർ എന്നിവർ അവാർഡിൽ അണിനിരക്കും. പരിപാടിക്ക് മാറ്റുകൂട്ടാൻ സിനിമാ താരങ്ങളുടെ നൃത്ത സംഗീത വിരുന്നും സ്കിറ്റും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ടിക്കറ്റിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുക്കുന്ന ലിങ്കിലും നമ്പറിലും ബന്ധപ്പെടുക. 40ാം വയസ്സിൽ സംഗീതം പഠിക്കുന്നത് കൊണ്ട് മനുഷ്യനിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള UK സ്വദേശിയായ അനില രവിചന്ദ്രയുടെ ലേഖനം ശ്രദ്ധേയമാകുന്നു. സംഗീതം മസ്തിഷ്കത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അവർ ലേഖനത്തിൽ ഉടനീളം വ്യക്തമാക്കുന്നത്. ജീവിത മധ്യത്തിൽ സംഗീത ഉപകരണം പഠിക്കുന്നതോ ആലാപന ശേഷി കണ്ടെത്തുന്നതോ നിങ്ങളുടെ മനസ്സിനും ആത്മാവിനും ഏറ്റവും ശക്തിദായകമായ കാര്യങ്ങളിൽ ഒന്നാണെന്നും അവർ പറയുന്നു. പുതിയ സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് മനുഷ്യ ശരീരത്തിലെ പ്രവർത്തനം ക്രമപ്പെടുത്തുവാനും തലച്ചോറിന്റെ കഴിവ് അനിർവചനീയം ആണ് എന്നും ഇതിനെ ശാസ്ത്രീയമായ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നറിയപ്പെടുന്നു. മധ്യവയസ്സിൽ സംഗീതവും ആലാപനമോ സംഗീത ഉപകരണങ്ങളോ പഠിക്കാൻ തുടങ്ങുന്നത് ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായ തീരുമാനമായ ഒന്നാണ്. 40ാം വയസ്സിൽ ഒരു സംഗീത ഉപകരണം അല്ലെങ്കിൽ സംഗീത ആലാപനം പഠിക്കാൻ ആരംഭിക്കുന്നത് വെറുമൊരു ഹോബിയല്ലെന്നും അത് തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന, സമ്മർദ്ദം കുറയ്ക്കുന്ന, ആത്മാവിനെ ആഴത്തിലാക്കുന്ന, ജീവിതത്തെ സമ്പന്നമാക്കുന്ന ഒരു തീരുമാനമാണെന്നും വളരെ വൈകി എന്നതിനു പകരം മധ്യവയസ്സ് യഥാർത്ഥത്തിൽ ആരംഭിക്കാൻ പറ്റിയ സമയമായിരിക്കുമെന്നും അവർ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.80 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.16 യൂറോ. ഒരു US ഡോളർ 95.70 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 111.47 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 69.52 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. രാജ്യത്തെ ഇന്ധന വിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. രണ്ടാഴ്ചക്കിടെ മൂന്നാമത്തെ തവണയാണ് ഇന്ധനവില വർദ്ധിക്കുന്നത്. ഇതോടെ ഡൽഹിയിൽ പെട്രോളിന് 99.51 രൂപയും ഡീസലിന് 92.49 രൂപയുമായി. ഈ മാസം മെയ് 19നും 15നും പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചിരുന്നു. മെയ് 19ന് പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമായിരുന്നു വർദ്ധിപ്പിച്ചത്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതമായിരുന്നു മെയ് 15ന് വർദ്ധിപ്പിച്ചത്. ഇതിനിടെ CNG വിലയും വർദ്ധിപ്പിച്ചിരുന്നു. കിലോയ്ക്ക് 2 രൂപയാണ് കൂട്ടിയത്. പശ്ചിമേഷ്യൻ സംഘർഷം ചൂണ്ടിക്കാട്ടിയാണ് പൊതുമേഖല എണ്ണ കമ്പനികൾ ഇന്ധനവില ഉയർത്തുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തി. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി കൊൽക്കത്തയിലെത്തിയ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അമേരിക്കൻ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ് 1.5 വർഷം പിന്നിടുമ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നടത്തുന്ന ആദ്യ ഇന്ത്യ സന്ദർശനം കൂടിയാണിത്. അതേസമയം 14 വർഷങ്ങൾക്ക് ശേഷമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി കൊൽക്കത്ത നഗരത്തിൽ എത്തുന്നത്. 2012 മേയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഹിലാരി ക്ലിന്റൺ കൊൽക്കത്ത സന്ദർശിച്ചിരുന്നു. സെക്രട്ടറി മാർക്കോ റൂബിയോ കൊൽക്കത്തയിൽ എത്തിച്ചേർന്നതായും അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇന്ത്യ സന്ദർശനമാണിത്. ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ലാഗോർ ഇക്കാര്യം വ്യക്തമാക്കി. ഇന്ന് വൈകുന്നേരം റൂബിയോ ദില്ലിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. വരും ദിവസങ്ങളിൽ വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രതിരോധം, കോഡ് എന്നിങ്ങനെ വിവിധ മേഖലകളിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും ലക്ഷ്യമിട്ടിട്ടുണ്ട്. ആഗോള സഖ്യങ്ങൾ അതിവേഗം മാറുന്നതിനിടയിൽ അമേരിക്കയും ഇന്ത്യയും തങ്ങളുടെ പ്രധാന തന്ത്രപ്രദമായ മുൻഗണനകൾ പുനഃക്രമീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് രാജ്യത്ത് ഉയർന്നു വന്ന ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കക്ഷിയായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത് ദീപക് വധഭീഷണി.
CJPയുടെ സമൂഹ മാധ്യമ പേജുകൾക്ക് വൻ പിന്തുണ ലഭിക്കുകയും രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്തതിന് പിന്നാലെയാണ് വാട്സാപ്പിലൂടെ വധഭീഷണി ലഭിച്ചത്. ഒന്നുകിൽ CJPയുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ BJPയിൽ ചേരുക, അതല്ലെങ്കിൽ അവർ നിങ്ങളെ അമേരിക്കയിലെത്തി വധിക്കും എന്ന സന്ദേശമാണ് അഭിജിത്തിന് വെള്ളിയാഴ്ച എക്സിൽ പങ്കുവച്ചത്. CJP രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് അക്കൗണ്ട് വിലക്കിയതെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ട്വിറ്ററിൽ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കിയപ്പോഴും ഒട്ടേറെ ഫോളോവേഴ്സിനെ ലഭിച്ചു. അതിനിടയിൽ ഇന്ത്യയിലെ CJPക്ക് സമാനമായി പാകിസ്ഥാനിൽ കോക്രോച്ച് അവാമി പാർട്ടി, കോക്രോച്ച് അവാമി ലീഗ് തുടങ്ങിയ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളും വെള്ളിയാഴ്ച പ്രത്യക്ഷപ്പെട്ടു. കോക്രോച്ച് ജനതാ പാർട്ടി ബംഗളൂരുവിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട്. സമൂഹ മാധ്യമം വഴിയാണ് സംഘാടനം. എന്നാൽ ടൗൺ ഹാളിനടുത്ത് പരിപാടി നടത്താൻ ആർക്കും അനുവാദം നൽകിയിട്ടില്ല എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ യാത്ര സൗജന്യമാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. KSRTCക്ക് സർക്കാർ അധിക സഹായം നൽകും. KSRTCയെ നഷ്ടമല്ലാത്ത രീതിയിൽ ആ സ്ഥിതിയിൽ എത്തിക്കുമെന്ന് അതാണ് ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സമ്പത്തുണ്ട്, അതിനെ ഉപയോഗപ്പെടുത്തും. ഏതൊക്കെ സർവീസുകളിൽ സൗജന്യം എന്നതിൽ ചർച്ച തുടരുകയാണ്. തൊഴിലിടത്തേക്ക് പോകുന്ന സ്ത്രീകൾക്ക് കൈത്താങ്ങാകുമെന്നും സൗജന്യയാത്ര ഒട്ടുകിട്ടാൻ വേണ്ടി പറഞ്ഞതല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വാഹന മോഡിഫിക്കേഷനിൽ യോഗം ചേർന്നിട്ടില്ലെന്നും മന്ത്രി CP ജോൺ വ്യക്തമാക്കി. ശബരിമല ശ്രീകോവിലിൽ 2019 നടന്ന സ്വർണ്ണക്കൊള്ളയിൽ 1998 പാളികൾ മാറ്റിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ അടുത്തയാഴ്ച വ്യക്തതയുണ്ടാകും. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിൽ ശ്രീകോവിലിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളുടെ കാലപ്പഴക്ക നിർണയം കഴിഞ്ഞതായാണ് വിവരം. അടുത്തയാഴ്ചയോടെ ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കും. 1998 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞപ്പോൾ ഉപയോഗിച്ച ചെമ്പുപാളികൾ തന്നെയാണോ ഇപ്പോഴും സന്നിധാനത്തുള്ളത് എന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്താനാകും. ചെമ്പുപാളികൾക്ക് 28 വർഷത്തെ പഴക്കമാണ് ഉള്ളതെങ്കിൽ 2019 പാളികൾ മാറ്റിയിട്ടില്ലെന്ന കാര്യം ഉറപ്പിക്കാം. എന്നാൽ പാളികൾക്ക് 7 വർഷം മാത്രമേ പഴക്കമുള്ളൂ എന്നാണ് തെളിയുന്നതെങ്കിൽ 2019 പാളിയടക്കം സ്വർണം കവർന്നതായി ഉറപ്പിക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ സ്വർണം വീണ്ടെടുക്കലിന് കാത്തു നിൽക്കാതെ അന്വേഷണ സംഘത്തിന്റെ കുറ്റപത്രത്തിന്റെ സമർപ്പിക്കാം. അല്ലെങ്കിൽ മോഷണം നടന്നോ എന്ന് ഉറപ്പിക്കാൻ സഹായിക്കുന്നതാണ് ലാബിലെ പരിശോധനാ ഫലം. 2019 പാളികൾ മാറ്റാതെ സ്വർണം പൂർണ്ണമായി മോഷ്ടിച്ചു എങ്കിൽ അത് പരിശോധനയിൽ തെളിയും. മോഷണം നടക്കാത്ത ഭാഗത്തു നിന്നുള്ള സാമ്പിളുകൾ എടുത്തതും പരിശോധിച്ചതും അതിനുവേണ്ടിയാണ്. സ്വർണത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിലൂടെയായിരിക്കും ഇത് തെളിയുക. മോഷണം നടക്കാത്ത ഭാഗത്തെ സാമ്പിൾ സ്വർണത്തിന് 28 കൊല്ലത്തെയും മോഷണം നടന്നതായി സംശയിക്കുന്ന ഭാഗത്തെ സ്വർണത്തിന് 7 വർഷം പഴക്കമാണ് തെളിയുന്നതെങ്കിൽ മോഷണം നടന്നതായി ഉറപ്പിക്കാം. ശാസ്ത്രീയ പരിശോധനയിൽ മോഷണം തെളിഞ്ഞാൽ അത് തെറ്റാണെന്ന് സ്ഥാപിക്കുക പ്രതികൾക്ക് അത്ര എളുപ്പമാകില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങളെ എതിർക്കാതിരുന്നത് തെറ്റായി പോയി എന്ന് മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VN വാസവൻ. CPM കിളിമാനൂർ ഏരിയ കമ്മിറ്റിയിലായിരുന്നു വാസവന്റെ പ്രതികരണം. ഏരിയ കമ്മിറ്റിയുടെ ചർച്ചയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത്. വെള്ളാപ്പള്ളി കുമാരനാശാനേക്കാൾ കേമനാണെന്ന് പിണറായി പ്രസംഗിച്ചത് അസംബന്ധമാണെന്ന് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളുണ്ടായി. BJPയുടെ സ്ഥാനാർത്ഥിയാകാൻ പോയ ജില്ലാ കമ്മിറ്റി അംഗത്തെ സംരക്ഷിച്ചു എന്ന അതിരൂക്ഷ വിമർശനം യോഗത്തിൽ ഉയർന്നു. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ശ്രമം. ഇതിനെ സംരക്ഷിക്കുന്ന നേതൃത്വമായിരുന്നു ജില്ലാ കമ്മിറ്റിയുടേതെന്നും വിമർശനമുയർന്നു. ഇനി സ്പോർട്സ്. ഇതിഹാസ ഫുട്ബോൾ പരിശീലകൻ പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റിയോട് വിട പറയുന്നു. ഞായറാഴ്ച ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ വില്ലയ്ക്കെതിരായ മത്സരശേഷം സ്ഥാനമൊഴിയുമെന്ന് ക്ലബ്ബ് സ്ഥിരീകരിച്ചു. സിറ്റിയുടെ സുവർണകാലത്തിന്റെ ശില്പിയാണ് ഗാർഡിയോള. പ്രീമിയർ ലീഗിൽ സിറ്റിയെ 6 തവണ ജേതാക്കളാക്കി. സിറ്റി ആദ്യമായി യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായതും പെപ്പിന്റെ കീഴിലായിരുന്നു. 5 തവണ ലീഗ് കപ്പും 3 തവണ FA കപ്പും കമ്മ്യൂണിറ്റി ഷീൽഡ് സിറ്റി പെപ്പിന് കീഴിൽ നേടിയിരുന്നു. 2016 സിറ്റിയിലെത്തിയ പെപ്പ് മാഞ്ചസ്റ്റർ ടീമിന്റെ 20 കിരീട വിജയങ്ങളുടെ പങ്കാളിയായി. സീസണിൽ ഇംഗ്ലീഷ് ലീഗ് കപ്പും FA കപ്പും ടീമിന് നേടിക്കൊടുത്താണ് പെപ്പ് പടിയിറങ്ങുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടീമിനെ 2ാം സ്ഥാനത്തെത്തിച്ചു. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നുവെങ്കിലും അവസാന ഘട്ടത്തിലാണ് ആഴ്സണൽ കിരീടത്തിൽ മുത്തമിടുന്നത്. ബാഴ്സലോണയുടെയും സ്പെയിനിന്റെയും മധ്യനിര താരമായിരുന്ന ഗാർഡിയോള ലോകത്തെ മികച്ച പരിശീലകരിൽ ഒരാളെന്ന ഖ്യാതിയും ഇംഗ്ലണ്ടിലെത്തിയിട്ടുണ്ട്.
ബാഴ്സലോണയിൽ പരിശീലകനായി അരങ്ങേറിയത്. 2008 മുതൽ 2012 വരെ കറ്റാലൻ ടീമിന്റെ പരിശീലകനായി. 2013 മുതൽ 16 വരെ ബയൺ മ്യൂണിക്കിന്റെയും ചുമതല വഹിച്ചു. തുടർന്നാണ് സിറ്റിയിലേക്ക് ചുവട് മാറ്റിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇറാൻ യുദ്ധവും രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയും കാരണം ഏപ്രിൽ മാസത്തിൽ UK പ്രതീക്ഷിച്ചതിലും കൂടുതൽ കടമെടുത്തതായി റിപ്പോർട്ട്. ഉയർന്ന പണപ്പെരുപ്പം കാരണം പെൻഷൻ, ബെനിഫിറ്റ് ചെലവുകൾ എന്നിവ ഉയർന്നു. വേനൽ അവധിക്കാലത്തെ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനുള്ള ജനപ്രിയ നടപടിയുമായി കെയർ സ്റ്റാമർ സർക്കാർ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ടിക്കറ്റുകൾക്ക് ഈടാക്കുന്ന വാറ്റ് 20% നിന്നും 5% താൽക്കാലികമായി കുറയ്ക്കുമെന്ന പ്രഖ്യാപനവുമായി ചാൻസലർ റേച്ചൽ റീവ്സ്. UK-യിൽ നിർമ്മിത ബുദ്ധി ഉപയോഗം വർദ്ധിച്ചതോടെ സ്ഥാപനങ്ങളിൽ തൊഴിൽ നഷ്ടമാകുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ്. പ്രമുഖ ബാങ്കിംഗ് സ്ഥാപനമായ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൽ അടുത്ത 4 വർഷത്തിനുള്ളിൽ ഏകദേശം 15% പേർക്ക് ജോലി നഷ്ടമാകുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യ, ചൈന, മലേഷ്യ, പോളണ്ട് എന്നിവിടങ്ങളിൽ ബാങ്കിന്റെ ബാക്ക് ഓഫീസ് ജോലികൾ ചെയ്യുന്നവരെയാണ് AI ഇമ്പാക്ട് ബാധിക്കുക. AI പ്രോജക്ടുകളുടെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടമാകുമെന്ന് മെറ്റ. അമേരിക്കൻ തൊഴിൽ വിസയായ H-1B അപേക്ഷകളിൽ ഇത്തവണ വൻ ഇടിവ് രേഖപ്പെടുത്തിയതായി US പൗരത്വ കുടിയേറ്റ സേവന വകുപ്പ്. തിരഞ്ഞെടുപ്പ് രീതിയിൽ കൊണ്ടുവന്ന കടുത്ത മാറ്റങ്ങൾക്ക് പിന്നാലെയാണ് അപേക്ഷയിൽ 38.5% കുറഞ്ഞതായി അധികൃതർ. പദ്ധതി കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് ഉയർന്ന കഴിവുള്ള വിദേശ തൊഴിലാളികൾക്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൾ ഇവാങ്ക ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ ഭീകരൻ പിടിയിൽ. 32 വയസ്സുകാരനായ ഇറാഖ് പൗരൻ മുഹമ്മദ് ബാഹർ സാദ് ദൌദ് അൽ സാദിയാണ് പിടിയിലായത്. അറസ്റ്റിലായ ഭീകരന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്ന് US അധികൃതർ. ഇറാൻ സൈനിക ഉദ്യോഗസ്ഥനായ അഹമ്മദ് ഖസേമിയുടെ മകനായ അൽ സാദിക്ക് IRGCയുടെ പരിശീലനം ലഭിച്ചത് ടെഹ്റാനിൽ വെച്ച്. രാജ്യത്തെ ഇന്ധന വിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. രണ്ടാഴ്ചക്കിടെ ഇന്ധനവില വർദ്ധിക്കുന്നത് ഇത് 3ാം തവണ. ഡൽഹിയിൽ പെട്രോളിന് 99.51 രൂപയും ഡീസലിന് 92.49 രൂപയുമായി. CNG വില കിലോയ്ക്ക് 2 രൂപ കൂട്ടി. പശ്ചിമേഷ്യൻ സംഘർഷം ചൂണ്ടിക്കാട്ടിയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇന്ധനവില ഉയർത്തുന്നത്. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തി. കൊൽക്കത്തയിലെത്തിയ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അമേരിക്ക ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ 1.5 വർഷം പിന്നിടുമ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നടത്തുന്ന ആദ്യ ഇന്ത്യൻ സന്ദർശനം. അമേരിക്കയും ഇന്ത്യയും തങ്ങളുടെ തന്ത്രപരമായ മുൻഗണനകൾ പുനഃക്രമീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഇന്ത്യ സന്ദർശനം. രാജ്യത്ത് ഉയർന്നു വന്ന ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കക്ഷി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകന് അഭിജിത് വീതിക്ക് വധഭീഷണി. CJPയുടെ സാമൂഹ്യ മാധ്യമമായ പേജുകൾക്ക് വൻ പിന്തുണ ലഭിക്കുകയും രാഷ്ട്രീയ ചർച്ചകൾക്കായി മാറുകയും ചെയ്തതിന് പിന്നാലെയാണ് വാട്സാപ്പിൽ വധഭീഷണി ലഭിച്ചത്. ഒന്നുകിൽ CJPയുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ BJPയിൽ ചേരുക, അതല്ലെങ്കിൽ അവർ നിങ്ങളെ അമേരിക്കയിലെത്തി വധിക്കും എന്നാണ് ഭീഷണി. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ യാത്ര സൗജന്യമാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി. KSRTCക്ക് സർക്കാർ അധിക സഹായം നൽകി നഷ്ടമില്ലാത്ത സ്ഥിതിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി. തൊഴിലിടത്തേക്ക് പോകുന്ന സ്ത്രീകൾക്ക് കൈത്താങ്ങാവുന്ന പദ്ധതിയാകും സൗജന്യ യാത്രയെന്നും ഗതാഗത മന്ത്രി. ശബരിമല ശ്രീകോവിലിൽ 2019 നടന്ന സ്വർണ്ണക്കൊള്ളയിൽ 1998 പാളികൾ മാറ്റിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത അടുത്തയാഴ്ച. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജി ലാബിൽ ശ്രീകോവിലിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളുടെ കാലപ്പഴക്കം നിർണയം കഴിഞ്ഞു. ലാബിൽ നിന്നുമുള്ള പരിശോധനാ ഫലം പ്രത്യേക അന്വേഷണ സംഘത്തിന് അടുത്തയാഴ്ച ലഭിക്കും. മോഷണം നടക്കാത്ത ഭാഗത്തെ സാമ്പിൾ സ്വർണത്തിന് 28 കൊല്ലത്തെയും മോഷണം നടന്നതായി സംശയിക്കുന്ന ഭാഗത്തെ സ്വർണത്തിന് 7 വർഷവും പഴക്കമാണ് തെളിയുന്നതെങ്കിൽ മോഷണം നടന്നതായി ഉറപ്പിക്കാം. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.